എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുഴലപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ അത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുഴലപ്പം തയ്യാറാക്കുന്നത്. ഞാനിവിടെ കുഴലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. കുഴലപ്പം തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 5 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 വെളുത്തുള്ളിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ 2 വെളുത്തുള്ളി വലുതുണ്ട്, ഞാൻ 2 എണ്ണം ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്, ക്യുമിൻ സീഡ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/3 കപ്പ് തേങ്ങാപ്പീരയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായി അരച്ചെടുക്കാം. ഞാനത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ജീരകമൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടുന്നവരെ അരച്ചെടുത്താൽ മതി. നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഞാനൊരു സിറാമിക്കിൻ്റെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. അപ്പം ഞാനിത് മിക്സി അരച്ചതിനകത്താണ് ഈ വെള്ളം ചേർത്ത് ഒഴിക്കുന്നത്. 1 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ 1/4 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിയും അരപ്പും അതുപോലെ വെള്ളമായിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിന് ശേഷമാണ് നമ്മളിത് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കുന്നത്. അങ്ങനത് അരിപ്പൊടിയും വെള്ളമായിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്, 2 ടേബിൾ സ്പൂൺ. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനത് അരിപ്പൊടിയും ഉപ്പും എണ്ണയും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമുക്കിനി ഇത് സ്റ്റൗവിൽ വെക്കേണ്ടത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കേണ്ടതുണ്ട്. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വറ്റുന്നവരെയാണ് നമുക്കിത് കുറുക്കിയെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാം. ഓരോ അരിപ്പൊടിക്കും അനുസരിച്ചായിരിക്കും അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം നമ്മൾ അരപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളത്തിലാണ് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുന്നത്. നന്നായി കുറുകി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെയാണ് നമുക്കിത് വറ്റിച്ചെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുന്നതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഉപ്പ് എനിക്ക് കറക്റ്റ് തന്നെയാണ്. ഈ കുഴലപ്പം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ അപ്പോൾ മഴയുള്ള സമയത്തും വെക്കേഷൻ സമയത്തൊക്കെ നല്ല കറമുറന്ന് പറഞ്ഞ് കടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഈ കുഴലപ്പം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ചെറിയൊരു അളവിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനത്തെ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, കട്ടിയായിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ മാവിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്നവരെ നമ്മൾ സ്റ്റൗവിൽ വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ എള്ളാണ് ചേർക്കുന്നത്. കാരണം എള്ളും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഈ കുഴലപ്പത്തിന് ഒരു കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. എന്താ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് തണുക്കാനായിട്ട് ചേർക്കാം. ചൂടൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മൾ മാവൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്.
അതിന് ശേഷം ഈ എള്ള എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. വല്ലാണ്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിൽ നിന്ന് ഓരോരോ ചെറിയ ഉരുളയായിട്ട് എടുത്ത ശേഷം പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിത് പ്രസ് ചെയ്തെടുക്കുന്നത്. ചെറിയ കുഴലപ്പമാണ് ഞാൻ തയ്യാറാക്കുന്നത്. കയ്യിൽ രണ്ടിൽ നന്നായി എണ്ണ പുരട്ടിയിട്ട് വേണം ഓരോ ബോളായിട്ട് എടുത്ത് ഉരുട്ടിയെടുക്കാൻ. അങ്ങനെ എന്താ നമ്മൾ മാവെല്ലാം ഉരുട്ടി കഴിഞ്ഞപ്പോൾ 15 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് പത്തിരി പ്രസ്സിൽ വെച്ച ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഓരോ ബോളും നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുകയാണ്. നന്നായി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം കനത്തിലാണ് നമ്മളിത് പ്രസ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു വട്ടത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡും തമ്മിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായി പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കുഴലാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതുപോലത്തെ നാടൻ പലഹാരമൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ടുള്ള ഓരോ കുഴലപ്പവും നമുക്കിതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമാണ് കുഴലപ്പം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനത് എണ്ണയിലേക്ക് ചേർക്കുകയാണ്. എണ്ണയിൽ ചേർത്ത് ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് നേരം എണ്ണയിലൊന്ന് ഫ്രൈ ആയ ശേഷം വേണം തിരിച്ചിടാൻ. ഇതുപോലെ നമുക്ക് ഓരോ കുഴലപ്പവും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ട ചേർത്തിട്ട് എങ്ങനെയാണ് കുഴലപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ഈ മാവിലേക്ക് നമുക്കൊരു മുട്ടയും കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. അതിനകത്ത് മുട്ടയും ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്ത ശേഷം പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തിട്ട് മുട്ട ചേർക്കാതെയും ഈ കുഴലപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. മുട്ട ചേർത്തിട്ടുള്ളതാണെങ്കിൽ കുറച്ചൊരു സോഫ്റ്റാണ്. മുട്ട ചേർക്കാത്തതിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പമാണ്. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുഴലപ്പമൊക്കെ തയ്യാറാക്കി ടിന്നിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഈവനിങ് ആയിട്ടും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കുഴലപ്പത്തിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.